വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും കൂടി നമ്മുടെ വല്യമ്മയുടെ അവിടെ ഒന്ന് പോവുകയാണ് കേട്ടോ. അവിടെ കുറേ മൺപാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോണ വഴിയിൽ നമ്മുടെ കൊടുവായൂരെത്തിയപ്പോൾ അവിടെ നമ്മുടെ ഗണപതി അമ്പലം കേട്ടോ, അവിടെ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഏട്ടനും കൂടി അവിടെ ഇറങ്ങി തൊഴുത് ഒരു തേങ്ങയൊക്കെ ഉടച്ചു. പിന്നെ അവിടെ നിന്ന് പൂജ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ചന്ദനം കുങ്കുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ഉടച്ചു. പിന്നെ അവിടെ നിന്ന് ചന്ദനം കുങ്കുമൊക്കെ എടുത്ത് ഞാനും ഏട്ടനും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്യമ്മയുടെ അവിടെയും പോകണം. പിന്നെ അവിടെ നിന്ന് നമ്മൾ മൺപാത്രങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഷൊർണൂർ അവിടേക്കും പോകുന്നുണ്ട്. അവിടെ പോയി നമ്മൾ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ അച്ഛൻ ഗൾഫിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നിട്ട് 3 മാസമായി. അപ്പോൾ ലീവ് കഴിഞ്ഞ് നാളെ അച്ഛൻ തിരിച്ച് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛനെയും കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഞാനും ഏട്ടനും കൂടി ആദ്യം വല്യമ്മയുടെ അവിടെ പോവും. പിന്നെ അവിടെ നിന്ന് നമ്മുടെ മൺപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഷൊർണൂർക്ക് തിരിച്ചു പോകും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് വല്യമ്മയുടെ വീടാണ് കേട്ടോ. അവിടെ എത്തി. അപ്പോൾ വല്യമ്മ ഇത് വീട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ. ഷെഡിലോട്ട് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഷെഡിലോട്ട് കുറച്ച് അങ്ങോട്ട് നടക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വല്യമ്മ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇഡ്ഡലിയും ചട്നിയും എല്ലാം കഴിച്ച് ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ഷെഡിലോട്ട് പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. പല്ല് കച്ചിൽ കഴിഞ്ഞ് കുറച്ചേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് പറയണു റെഡി ആയിട്ടുണ്ട് പറഞ്ഞിട്ട് നമുക്ക് വരാൻ കൂടാത്തതുകൊണ്ട് കുറേ ആയിട്ട് വരാൻ പറ്റിയില്ല. എല്ലാ ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഏട്ടനാണെങ്കിൽ ലീവും അധികം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ടാണ് വല്യമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നു സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും നമുക്ക് അങ്ങോട്ടും പോകണം. അപ്പോൾ രണ്ടും കൂടി ഒരു ദിവസം ആയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നു. അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ നമ്മൾ ഡിക്കിയിൽ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാക്സിമം ഡിക്കിയിൽ ഒതുങ്ങുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാക്ക് സീറ്റിൽ വെച്ചു കേട്ടോ. അങ്ങനെ സാധനങ്ങൾ ഞാനും വല്യമ്മയും വല്യച്ഛനും ഏട്ടനും കൂടി അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം കൊള്ളാവുന്നതൊക്കെ നമ്മൾ കാറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനത്തിനായിട്ട് വലിയ വണ്ടിയൊന്നും വിളിച്ചിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കാറിൽ തന്നെ ഡിക്കിയിലൊക്കെ വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കയറ്റി പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ അപ്പൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൂസ് അനിയത്തിയുടെ മോനാണ്. അപ്പോൾ അവൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് കേട്ടോ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവൾ ഇന്നലെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ വന്നു. അപ്പോൾ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നു. അനിയത്തി അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യലാണ് ചിക്കൻ കറി. അച്ഛൻ നാളെ പോണതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും അവിടെയാണ് കേട്ടോ. ചെറിയച്ഛനും ചെറിയമ്മയും അനിയന്മാരും പിന്നെ അടുത്തുള്ള റിലേറ്റീവ്സ് കുറച്ച് പേര് എല്ലാവരും ഇന്ന് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. ചിക്കൻ കറി അതുപോലെ തന്നെ പിന്നെ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി ഏൽപ്പിച്ചായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പായസം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തിയാണെങ്കിൽ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ, റെഡി ആവാത്തതുകൊണ്ട്. അപ്പോൾ അവൾ വേഗം കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. നമുക്ക് വലിയ വീഡിയോ അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. റെഡിയായി വന്നതല്ല, നമ്മൾ ഏൽപ്പിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. വൈറ്റ് റൈസാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് അവിടെയൊക്കെ ആണെങ്കിൽ ചുവപ്പ് കളറിലായിരിക്കും ബിരിയാണി. അപ്പോൾ ഇവിടെ ഇതുപോലെ മലബാർ ബിരിയാണിയുടെ മോഡലിലുള്ള ഒരു ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ കറി റെഡിയായി. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡും സാധനങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയായി. പിള്ളേരൊക്കെ ഇവിടെ അടി കൂടുന്നുണ്ട് കേട്ടോ. അത് അനിയനാണ്. അനിയനും അപ്പൂസും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൂസാണെങ്കിൽ ഭയങ്കര കുറുമ്പനാണ് കേട്ടോ. ഭയങ്കര അനിയനാണ് കേട്ടോ. അവൻ ഗൾഫിലാണ്. അപ്പം അവൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഇനി 1 മാസം ഉണ്ട് തോന്നുന്നു കേട്ടോ ലീവ്. അങ്ങനെ പിള്ളേരൊക്കെ ഫുഡ് കഴിക്കണം. ഇത് പിന്നെ വല്യമ്മയുടെ മോളാണ് കേട്ടോ, ഷീജ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് കേട്ടോ. പക്ഷെ കണ്ടിട്ട് കുറേ ആയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ഷൊർണൂർ പോണത് കുറവാണ് കേട്ടോ. മോൾക്ക് സ്കൂളും പിന്നെ അതും മാത്രമല്ല ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 2-3 ദിവസം അങ്ങനെ വീട്ടിൽ പോയി ഇരിക്കണതൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും ഒരുമിച്ചിരുന്നിട്ട് കുറേ ആയി. പറയുമ്പോൾ അടുത്തടുത്താണ് കല്യാണം കഴിപ്പിച്ച് വിട്ടതൊക്കെ, പക്ഷെ ഒരുമിച്ചിരുന്നിട്ടൊക്കെ കുറേ ആയി കേട്ടോ.
അപ്പോൾ ഇപ്പോഴും ഞാൻ രാവിലെ വന്നിട്ട് ഇപ്പോൾ വൈകുന്നേരം തന്നെ പോകും. ഒരു രാത്രി ഒരുമിച്ച് എല്ലാവരും കൂടി ഇരിക്കാമെന്ന് വെച്ചാൽ അത് നടന്നിട്ടില്ല കേട്ടോ, കുറേ ആയി. അപ്പോൾ ഇതെല്ലാവരും കൂടി കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കൂടിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഓണത്തിന് എല്ലാവരും കൂടി ഇതുപോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വരുന്ന ഓണത്തിന് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഓണമില്ല, ഏട്ടൻ്റെ അവിടെ ഓണമില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ഓണത്തിന് നാട്ടിലേക്ക് അവിടെ ആയിരിക്കും ഓണമൊക്കെ കേട്ടോ. അപ്പോൾ അത് വല്യമ്മയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും വെച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണാറുണ്ട്. അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക ചമ്മലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, വീഡിയോ എടുക്കാനും പിടിക്കാനൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീടും എന്താ പറയുക അനിയത്തിയും പിള്ളേരും അനിയന്മാരും എല്ലാവരും കേട്ടോ. അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷൊർണൂർ വരുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആയി ഷൊർണൂർക്ക് വന്നിട്ട്, അതാണ് കുറേ ആയിട്ടുള്ളത് നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ അത് അനിയത്തി ഇതാ കുളിച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതാ കുഞ്ഞിപ്പെണ്ണിന് ഫുഡ് കൊടുക്കാൻ കേട്ടോ. അവൾക്ക് ഫുഡ് കൊടുക്കണതാണെങ്കിൽ ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയാണ്. അവൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഫുഡ് കൊടുക്കാൻ. ഇവിടെ പിന്നാലെ ഇങ്ങനെ നടക്കണം കേട്ടോ. അവളിങ്ങനെ കളിച്ച് അവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ബാക്കിൽ നടന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അവൾക്ക് ഒരു വായ വാങ്ങിയാൽ പിന്നെ അത് എന്താ പറയുക അകത്ത് ചെല്ലണം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടമുള്ള പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. അനിയത്തി ഓരോന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. കളിപ്പിച്ച് ഇതാ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിച്ച് അതാ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പിൽ ഇതാ ഫുഡും ചെറുതായി കുറച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. നാട്ടിൽ പിന്നെ നമ്മുടെ ഷൊർണൂരിൽ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും അടുത്തടുത്താണ് കേട്ടോ. ചെറിയച്ഛനാണെങ്കിലും അതുപോലെ അമ്മായിമാരൊക്കെ അടുത്തുണ്ട്. അപ്പം നമുക്ക് എന്ത് കാര്യത്തിനും എല്ലാവരും ഒരു സഹായമാണ് കേട്ടോ അടുത്തുള്ളത്. അപ്പോൾ അതാ അടുത്തുള്ള ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ചെറുതായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അമ്മ ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വല്യമ്മയുടെ മോളും ഞാനും പിന്നെ അനിയനും ഭാര്യയും എല്ലാവരും കൂടി ഫുഡ് കഴിക്കണം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഇടയിൽ ഒരു ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ പുന്നാരൊക്കെ എത്തിയിട്ട് അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു പ്രത്യേകം ഒരു അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ബ്രെഡൊക്കെ ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുത്ത ശേഷം ഒരു ഓംലേറ്റും അടിച്ചിട്ട് മോൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട് ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ ഞാൻ. ഈ ഓംലേറ്റ് ഇതുപോലെ ഇങ്ങനെ ചിക്കി മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മൾ ബ്രെഡൊക്കെ ഒരു 3 നല്ല നെയ്യിൽ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഇതുപോലെ കൊത്തിപ്പൊരി ആക്കില്ലേ, അതുപോലെ ഒരു 2 മുട്ട എടുത്തു കേട്ടോ. അപ്പോൾ ഇതും ഇനി മാറ്റി വയ്ക്കുക. അതിന് ശേഷം കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അതിലൊരു സവാളയും കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പിള്ളേർ സ്കൂളിലേക്കൊക്കെ പോയി വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സോയാ സോസും കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 2 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല വിശപ്പുമായിട്ട് വരികയായിരിക്കില്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയും പിന്നെ എന്താ പറയുക നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക കേട്ടോ. ഇതാണ് ഞാനിന്ന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ, 4-5 ദിവസമായി. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യാൻ എല്ലാത്തിനും എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ, അതാണ് ലേറ്റ് ആയത്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.